എല്ലാവർക്കും നമസ്കാരം. മലയക്കോട്ട വാലിബൻ്റെ ടീസർ എത്തിയിട്ടുണ്ട്. ഇത് എന്താണ് സംഭവം, അതുപോലെ തന്നെ ഇത് എവിടെയാണ് നടക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത് ഒന്നും നമുക്കറിയത്തില്ല. ആ കുറച്ച് പോസ്റ്റേഴ്സ് മാത്രം നമുക്ക് അറിയാം. അതുപോലെ തന്നെ മോഹൻലാൽ ഗുസ്തിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. നമുക്ക് ടീസർ വഴി കണ്ടു മനസ്സിലാക്കാം. അപ്പം ടീസർ കാണാം. കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. അല്ല, നമ്മൾ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു. ഇതൊരു മാതിരി മോഹൻലാലിനെ കാണിക്കുകയാണെങ്കിൽ ഇവർക്ക് പോസ്റ്റർ മോശം പോസ്റ്റർ വെച്ച് കാണിച്ചാൽ പറയാം. കൊള്ളാം, മോഹൻലാലിൻ്റെ ലുക്ക് കൊള്ളാം, നല്ല ഡ്രസ്സിങ് ഒക്കെ കൊള്ളാം, ഡയലോഗും കൊള്ളാം. പക്ഷേ പ്രതീക്ഷിച്ച് വേറെ എന്തൊക്കെയായിരുന്നു. മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ പറയുന്നതായിരുന്നു. എന്തുവാടി ഇത്, ഒരു ഒന്നും തരത്തില്ലല്ലോ ഇത്. എന്തൊരവസ്ഥയാണ് ഇത്. നമ്മൾ നേരത്തെ കണ്ടല്ലേ ഇങ്ങനത്തെ ലുക്കും പരിപാടി. എന്താണ് ഈ ലിജോ ജോസ് പള്ളിശ്ശേരി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ടീസർ എന്നൊക്കെ പറഞ്ഞു കുറച്ചൊക്കെ തന്നിട്ട് ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ കൂട്ടിക്കൊണ്ട് വരാനാണോ? ഇത് ഒരു വർഷം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. ഇതൊന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനമൊക്കെ ആയപ്പോൾ നമ്മുടെ മോൺസ്റ്റർ റിലീസൊക്കെ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നമുക്ക് കിട്ടിയൊരു വാർത്തയാണ് ലിജോ ജോസും മോഹൻലാലും കൂടെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഏത് പടമാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതിന് മുമ്പ് ടിനു പാപ്പച്ചനുമായിട്ട് ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആ സമയത്ത് തുടങ്ങിയിട്ടുള്ള പണിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം ഡിസംബറിലൊക്കെ റിലീസ് ചെയ്യേണ്ടത്, പിന്നെ ജനുവരിയിലോട്ടൊക്കെ തള്ളിപ്പോയി. ആ സമയത്തൊക്കെ ഈ പടത്തിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുള്ളൊരു പടമാണ്. ഒരു വർഷമോളം ലിജോ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ അമ്മാതിരി രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ടീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ കാണിക്കുക? ഇതൊരു മാതിരി സാറ്റിസ്ഫൈഡ് അല്ല. ഈ ലുക്ക് കാണാനാണെങ്കിൽ മോശം പോസ്റ്റർ ഇട്ടാൽ പോരായിരുന്നു. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഡിസപ്പോയിൻറ്റഡ്.